ഹാർട്ട് റേറ്റിന്റെ സോണുകൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ശരിയായ സോൺ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് യുവത്വത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുപോലെ ഹാർട്ട് അറ്റാക്കും, ഡയബറ്റീസും, ഫാറ്റി ലിവറും, പൊണ്ണത്തടിയും, അമിത രക്തസമ്മർദ്ദവും എല്ലാം പ്രതിരോധിക്കാനായിട്ട് പറ്റും. എത്ര നടന്നിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം കൂടുതൽ വിയർക്കണം, അതുപോലെ കൂടുതൽ ഓടണം, കൂടുതൽ നേരം കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ വണ്ണം കുറയുള്ളൂ, എന്നാൽ മാത്രമേ ആരോഗ്യം ലഭിക്കൂ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളാണ് നമ്മുടെ ഉള്ളത്. പലരുടെയും വിശ്വാസം അങ്ങനെയാണ്. ഇപ്പൊ ചിലർ ജിമ്മിൽ പോയിട്ട് ആദ്യ ദിവസം തന്നെ 45 മിനിറ്റ് ഓടും. ചിലർ ട്രെഡ്മില്ലിൽ കയറി ശ്വാസം മുട്ടുന്നവരെ സ്പീഡിൽ കിടന്ന് ഓടും. ചിലർ എക്സസൈസ് കഴിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മിക്കവാറും ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇത് വളരെ കോമൺ ആണ്. കാരണം അവർക്ക് റിസൾട്ട് ഉണ്ടാവണം. അപ്പോൾ ആരോഗ്യത്തിനെ കുറിച്ച് അങ്ങനെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. സോൺ 1ഉം സോൺ 4ഉം കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കുക. കാരണം ശരിയായ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന വ്യായാമമാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് പല സോണിൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ ഹൃദയം ഒരു കാറിൻ്റെ എൻജിൻ പോലെയാണ്. ഒരു കാറ് നഗരത്തിലെ ട്രാഫിക്കിൽ പതുക്കെ പോകുമ്പോഴും ഹൈവേയിൽ 140 കിലോമീറ്റർ വേഗത്തിൽ പോകുമ്പോഴും എഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും ശരീരവും ഓരോ എക്സസൈസ് ഇൻറ്റൻസിറ്റിയിലും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ സോൺ 2 ആണെങ്കിൽ നമുക്ക് പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് സോൺ 2ൽ എത്താമെന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്ധനം എന്താണ്? ഇന്ധനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അതായത് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് തന്നെയാണ് അത് എരിഞ്ഞിട്ട് പഞ്ചസാരയായിട്ട് മാറും. അപ്പോൾ പഞ്ചസാരയാണ് പ്രധാന ഇന്ധനം. ചില സമയത്ത് അത് എൻഡുറൻസ് വർദ്ധിപ്പിക്കും, ചില സമയത്ത് നമ്മുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനൊക്കെ ഈ പഞ്ചസാര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സമയം ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, ഏത് സോണിലാണ് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പല ആളുകളും ചോദിക്കാം, എന്താണ് സോൺ? പ്രമുഖ കാർഡിയോളജിസ്റ്റും സ്പോർട്സ് സയൻറ്റിസ്റ്റുകളും ലോഞ്ചിവിറ്റി എക്സ്പേർട്സുകളും എല്ലാം പറയുന്നത് ഹാർട്ട് റേറ്റിൻ്റെ സോണുകൾ വളരെയധികം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ശരിയായ സോണ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം നമുക്ക് യുവത്വത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുപോലെ ഹാർട്ട് അറ്റാക്കും, ഡയബറ്റീസും, ഫാറ്റി ലിവറും, പൊണ്ണത്തടിയും, അമിത രക്തസമ്മർദ്ദവും എല്ലാം പ്രതിരോധിക്കാനായിട്ട് പറ്റും. അപ്പോൾ സോൺ 2ൽ നമ്മുടെ ഹാർട്ടിനെ എത്തിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്താണെന്നുള്ളത്. സാധാരണ ഒരു ലളിതമായ കണക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ 220 നിന്ന് നിങ്ങളുടെ വയസ്സ് കുറയ്ക്കുക. അതായത് 40 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 220 - 40 എന്ന് പറഞ്ഞാൽ 180 ആണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. അതാണ് നിങ്ങൾക്ക് മാക്സിമം ഹാർട്ട് റേറ്റ് എത്താൻ പാടുള്ളൂ. ഇതിന്റെ ശതമാനം അടിസ്ഥാനമായിട്ടാണ് സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4 എന്ന് കണക്കാക്കപ്പെടുന്നത്. സോൺ 1നെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് നമ്മൾ റിക്കവറി സോണിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസത്തെ കഠിനമായ ജോലി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മുടെ കടൽ തീരത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തോളം നമ്മൾ പാർക്കിൽ നടക്കുന്നത്, പതുക്കെ നടക്കുന്നതെല്ലാം സോൺ 1 ആണ്. ഭക്ഷണത്തിന് ശേഷം നടക്കുന്ന ചെറിയ വാക്കെല്ലാം സോൺ 1ലാണ് പറയുന്നത്. സോൺ 1 നമുക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ സോൺ 1 പോരാ. ഈ സമയത്ത് നിങ്ങൾക്ക് സുഹൃത്തുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും, ചിരിക്കാനായിട്ട് പറ്റും, ഫോൺ വിളിക്കാനായിട്ട് പറ്റും. ശ്വാസം അവിടെ മുട്ടുകയില്ല, ശ്വാസം മുട്ടലുണ്ടാവില്ല. ഇത് എക്സസൈസ് പോലും അല്ല. ശരിക്കും ശരീരത്തിനുള്ളിൽ വലിയ കാര്യങ്ങൾ, മാറ്റങ്ങളൊന്നും വലുതായിട്ട് സംഭവിക്കുന്നില്ല. ബ്ലഡ് സർക്കുലേഷൻ കൂടും, മസിലിലേക്ക് ഓക്സിജൻ എത്തും, അതുപോലെ റിക്കവറിയൊക്കെ വളരെയധികം നല്ലതാണ്. സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളൊക്കെ കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മൂഡ് മെച്ചപ്പെടുത്താനും ആൻസൈറ്റി കുറയ്ക്കാനും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് നടക്കുന്നത് നല്ലതാണ്. അതാണ് ആശുപത്രി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ രോഗികളോട് ചെറുതായിട്ട് നടക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ ചലനം ഈ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. എന്നാൽ സോൺ 1 മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകില്ല. ഇത് റിക്കവറിയിലേക്ക് നല്ലതാണ്, പക്ഷെ വലിയ വയറ് കുറയ്ക്കണം, അതുപോലെ പ്രമേഹം കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ സോൺ 1 പോരാ. നമ്മൾ അപ്പോൾ സോൺ 2ലോട്ട് എത്തുകയാണ്. എന്താണ് സോൺ 2? ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാ ആളുകളോടും പറയുന്ന ഒരു കാര്യമാണ് സോൺ 2ൽ നമ്മൾ എത്തിക്കുക എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് കേരളത്തിൽ പ്രമേഹമാണെങ്കിലും, ഫാറ്റി ലിവർ ആണെങ്കിലും, പൊണ്ണത്തടി ആണെങ്കിലും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിലും, അതുപോലെ PCOD പോലുള്ള പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം നമ്മൾ അനങ്ങാതിരിക്കുന്നതുകൊണ്ടാണ്. ചെറുതായിട്ട് നടന്നാൽ പോരാ, സോൺ 2 ട്രെയിനിങ് ചെയ്യണം. സോൺ 2ൽ നിങ്ങൾ നടക്കുമ്പോൾ ശരീരത്തിനൊരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ തുടർച്ചയായിട്ട് പാട്ട് പാടാനായിട്ട് കഴിയില്ല. ശ്വാസം ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ശ്വാസം മുട്ടലുണ്ടാവില്ല. ഈ സമയത്ത് ശരീരം കൊഴുപ്പിനെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ടത് സോൺ 2ലാണ്. പലരും കരുതുന്നത് ഫാറ്റ് ബേൺ ചെയ്യാൻ ഓടണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശരീരം കൊഴുപ്പ് ഉപയോഗിക്കാൻ പഠിക്കുന്നത് ഏറ്റവും മികച്ച സമയം ഏതാണ്? സോൺ 2ലെത്തണം. നമ്മുടെ ഹാർട്ട് റേറ്റിന്റെ മാക്സിമം നമ്മൾ കണ്ടെത്തിയില്ലേ, അതിന്റെ 70% സോൺ 2 എന്ന് പറയുന്നത്. ഈസി ആയിട്ട് അത് കണ്ടെത്താൻ എങ്ങനെ പറ്റും? നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും, പക്ഷെ പാട്ട് പാടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ സോൺ 2ൽ നമ്മൾ എത്തി. മൈറ്റോകോൺട്രിയയെ കാര്യക്ഷമമാക്കാനും, അതുപോലെ നമ്മുടെ പല അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യാനും, അതുപോലെ നമ്മുടെ സെല്ല് റിപ്പയർ ചെയ്യുന്നതും എല്ലാം ഈ സോൺ 2ലാണ്. അപ്പോൾ സോൺ 2ൽ നമ്മൾ ഹൃദയത്തിന് എത്തിക്കണം. ഒരു വർഷം സോൺ 2 സ്ഥിരമായി ചെയ്തപ്പോൾ തന്നെ എനർജി ലെവൽ അത്ഭുതകരമായിട്ടാണ്
പല ആളുകൾക്കും വർദ്ധിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോൺ 2. ലോകപ്രശസ്തമായിട്ട് ലോഞ്ചിവിറ്റി വിദഗ്ധനായിട്ടുള്ള പീറ്റർ ആറ്റിയ പോലുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സോൺ 2ൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ദീർഘായുസ് ഉണ്ടാവുമെന്നുള്ളതാണ്. കാരണം കാലറി ബേൺ ചെയ്യുന്നത് മാത്രമല്ല, ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനെ നവീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, മൈറ്റോകോൺട്രിയെ നവീകരിക്കുകയാണ്. സോൺ 3 എന്താണെന്നുള്ളത് പറയാം. സോൺ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ നടക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ ജോഗിങ് ചെയ്യുകയാണെങ്കിലാണ് സോൺ 3. പക്ഷെ നീണ്ട സംഭാഷണം അവിടെ ബുദ്ധിമുട്ടാണ്. ഹാർട്ട് റേറ്റ് വളരെയധികം ഉയർന്നിരിക്കുകയാണ്, കാലറി ബേൺ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ മസിലും കൂടെ അതിൻ്റെ കൂടെ ബേൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മൾ സ്പോർട്സ്, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു, ബാഡ്മിൻ്റൺ കളിക്കുന്നു, ക്രിക്കറ്റ് പോലുള്ള കളികളിൽ നമ്മൾ ഓടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സോൺ 3ലാണ്. ഇവിടെ എൻഡുറൻസ് കിട്ടും. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഈ പറഞ്ഞൊരു ഗുണം അവിടെ ലഭിക്കുന്നില്ല. ഇനി സോൺ 4 പറയാം. അവിടെ നമ്മൾ യുദ്ധ മോഡിലോട്ട് കയറുകയാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ. ഹാർട്ട് റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 180 ഒക്കെ ആണെങ്കിൽ 160, 180 ഇടയ്ക്കാണ്. ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്, സ്പ്രിന്റിങ്, അതുപോലെ നമ്മൾ മലയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന സമയത്തൊക്കെ ആ ഒരു എഫക്റ്റാണ്. ഈ സമയത്ത് ശരിക്കും നമ്മുടെ ഓക്സിജനൊക്കെ വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തോട്ടും VO2 എന്ന് പറയും, VO2 മാക്സിമം ഉയരാനൊക്കെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് അമിതമായി ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ മസിൽ ലോസ് ഉണ്ടാവും. വല്ലപ്പോഴും കുറച്ച് നേരം സോൺ 4 നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും സോൺ 4 വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പോൾ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും, അതുപോലെ ജോയിന്റ് പെയിൻ ഉണ്ടാവും, കുറച്ച് ദിവസം കഴിയുമ്പോൾ മോട്ടിവേഷൻ കുറയും, അവസാനം സംഭവിക്കും നമ്മൾ എക്സസൈസ് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം മികച്ച എക്സസൈസ് എന്ന് പറഞ്ഞാൽ സോൺ 2ൽ നമ്മുടെ ഹാർട്ടിനെ എത്തിക്കുക എന്നുള്ളതാണ്. സോൺ 2 എന്താണ്? 220 മൈനസ് നിങ്ങളുടെ ഏജ് ചെയ്യുക. 40 വയസ്സാണെങ്കിൽ 180 ആണ് മാക്സിമം ഹാർട്ട് റേറ്റ്. അതിൻ്റെ ഒരു 70% എത്തിക്കുന്ന രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ആ സോൺ 2 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലോഞ്ചിവിറ്റി കൂടും. അപ്പോൾ കൂടുതൽ കാലം നമ്മൾ നല്ലവണ്ണം ജീവിച്ചിരിക്കും. പ്രമേഹമാണെങ്കിലും ഫാറ്റി ലിവറും അതുപോലെ BP പോലുള്ള പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് 2 രീതിയിൽ സോൺ 2ൽ എത്താനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് ഒരു സ്മാർട്ട് വാച്ച് ധരിക്കാം, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, 220 മൈനസ് ഏജ്, അതിൻ്റെ ഒരു 70% എത്തുന്ന രീതിയിൽ നമ്മൾ നടക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് വാച്ചുകളൊന്നും വേണ്ട, നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും, പക്ഷെ പാടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എത്തുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലറി ബേൺ ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ എത്ര ഓടി എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, എത്ര നേരം നമ്മൾ ട്രെഡ്മില്ലിൽ കിടന്ന് വർക്ക് ചെയ്തു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് അല്ല. സോൺ 2ൽ എത്ര നേരം നിന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു 20 മിനിറ്റ് എല്ലാ ദിവസവും നിൽക്കാൻ പറ്റിയാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഒരു മാസം ഒന്ന് ട്രൈ നോക്കിയേ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയിച്ചു നോക്കിയേ. ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ധാരാളം ആളുകൾ അതിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.